ആശാ സമരവുമായി ബന്ധപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറ്റൊരു പ്രതികരണം കൂടി കാണാം. ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ ഇറക്കും. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. ഒരാൾക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത സമരചരിത്രമായി ഈ ആശാസമരം മാറും. അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുക. ശ്രീ എൻ ശ്രീകുമാർ, സർക്കാരിന് മുന്നിൽ ആശാ വർക്കർമാർ കൃത്യമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അത് ആ സമരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസാരിക്കുന്നതിന് പിന്നിൽ പ്രതിമാസം 21,000 രൂപ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അത് സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യങ്ങളാണ്. അവിടേക്ക് വരുന്ന പ്രതിപക്ഷ നേതാവിന് ആ സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ അപ്പടി അംഗീകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യാം. പക്ഷെ അത് അവനവന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് പാലിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ ശ്രീമതി മാധു, ഇവരെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഭരണം നഷ്ടപ്പെട്ട ശേഷം അതിലത്തെ ഭരണാനുകൂല വിഭാഗം അവർ നുണ ഒരു ആയുധമാക്കിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകും. ക്ഷേമകാര്യങ്ങൾ നടപ്പാക്കാൻ വി ഡി സതീശനെ ഒരു നിമിഷം പോലും ഇവർ അനുവദിക്കുന്നത് ഞാൻ കരുതുന്നില്ല. എന്തെങ്കിലും ജനകീയ പ്രക്ഷോഭം എന്ന് പറഞ്ഞ ഒരു രംഗത്തിറങ്ങും. അതവിടെ നിൽക്കട്ടെ, അതവിടെ രാഷ്ട്രീയം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഖജനാവിൽ 6,000 കോടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രഖ്യാപിച്ച DR കുടിശ്ശിക കൊടുത്തിട്ടില്ല. മാർച്ച് 30 കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കോടതി ചോദിച്ചു എവിടെയെന്ന്, ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൊടുക്കണം. എന്നിട്ടാണ് 6,000 രൂപ ഖജനാവിൽ കിടക്കുന്നതെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണ്, ഇവരുടെ പാർട്ടിയിലത്തെ പ്രശ്നമാണ് ഏറ്റവും വലുത്. 2024 ഏരിയ ലഹള ഓർമ്മയുണ്ടല്ലോ. ഏരിയ തലത്തിൽ ലഹള കരുനാഗപ്പള്ളി ഓഫീസിലൊക്കെ പാർട്ടി മാർച്ച് നടത്തിയതും പോലീസിനെ ഉപയോഗിച്ചൊക്കെ അവരെ എതിരിട്ടതൊക്കെ അതിനുശേഷമുള്ള മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ അരുകുമാരെ പ്ലീസ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇപ്പം ഇവരുടെ പ്രകോപനത്തിന് കാരണം എന്താ അറിയാമോ? ഒന്നത് നേതൃതല ലഹളയിലേക്ക് മാറുകയാണ്. ആ ഏരിയ ലഹളയിൽ നിന്നും നേതൃനില ലഹളയിലേക്ക് മാറുകയാണ്. പ്രവർത്തകരുടെ എത്തിയിട്ടില്ല. പ്രവർത്തകർക്ക് അതൊരു വിഷയമല്ല. കാരണം അവർക്ക് ഭരണമാറ്റമായിരുന്ന വിഷയം. അത് മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞു ഭരണം മാറാൻ ജനം ആഗ്രഹിച്ചു എന്ന്. മറ്റു കാര്യം ഇന്ന് അവരെ പ്രകോപിപ്പിച്ചത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ആ ലാത്തി ചാർജിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CPM വെറുതെ ഇരിക്കുമോ? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ജില്ലകളിലെ വിമർശനമൊക്കെ ഇപ്പം നടക്കുകയാണ്. ഭസ്മാസുരന് വരം കൊടുത്തു പോലായി, സ്വതന്ത്രമായി പറയാമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പുലുവാലായി. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങൾ തിരിച്ചു വരും, ആരെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ട് CPM തിരിച്ചു വരില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഈ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ടയൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നിയൊരു ഇടപാടാണ്. പിന്നെ മറ്റു കാര്യം മാധു ചോദിച്ചത് ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് ആ വിഭാഗത്തിന് പരാതിയില്ല. പരാതി CPM-ലെ പ്രവർത്തകർക്കില്ല. പരാതി CPM-ലെ ഭരണാനുകൂല വിഭാഗത്തിനേ ഉള്ളൂ. ഇന്നലെ KK ശൈലജ ടീച്ചർ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ശൈലജ ടീച്ചർ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. 3,000 രൂപ വർദ്ധിപ്പിച്ചത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അവരാവശ്യപ്പെട്ട 21,000 രൂപയിലേക്ക് അത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് ടീച്ചർ പറഞ്ഞത്. അതെങ്കിലും ഒന്ന് കേട്ടു നോക്ക് CPM-ന്റെ നേതാവായ ശ്രീ അരുൺകുമാറെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിതിന് ബുദ്ധിമുട്ടിക്കും. നിങ്ങളുടെ സമര മാർഗമൊക്കെ കൃത്യമായിട്ട് അറിയാം. 10 വർഷത്തിന് ശേഷം KSRTC ബസ്സുകളുണ്ടല്ലോ. KSRTC ബസ് ഒരു ചില്ല് പോലും പൊട്ടിയിട്ടില്ല. ഇനി നാളത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ സമരമുഖം എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് TP രാമകൃഷ്ണൻ പറയാണ് നേതൃമാറ്റമില്ല എന്ന് വെച്ചാൽ ജനങ്ങൾ പറഞ്ഞു മാറൂ നേതൃത്വം. മാറില്ല, ഞങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം CPM-ലെ 2 വിഭാഗം ഉണ്ടായിരിക്കുന്നു. ആ 2 വിഭാഗത്തിൽ ഏത് വിഭാഗമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ഏത് വിഭാഗമാണ് നുണയെ ആയുധമാക്കി പൊക്കി പിടിക്കുക? അതാണ് ഇനി കാണാനുള്ളത്. അവിടെ നോക്കുമ്പോൾ 21,000 രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നു പറഞ്ഞത് അത് 5 വർഷം കൊണ്ട് അതിനു മുമ്പോ. ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ അരുൺകുമാർ ഇപ്പോൾ പിരിയും. അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം പോകണമെന്നുണ്ട്. ഒരു നിമിഷം ശ്രീ അരുൺകുമാർ പെട്ടെന്ന്. അല്ല, ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും KC-യുടെയും RD-യുടെയും BC-യുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പ്രകടനവും ഫ്ലക്സ് കീറലും അടിയും നടന്നപ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. CPM-ന്റെ കമ്മിറ്റികളിൽ ചർച്ച നടന്നു എന്നും പറഞ്ഞ ആരോപണങ്ങൾ വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. നിങ്ങൾ സന്തോഷിച്ചോളൂ. തിരിച്ചു വരുമെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി രാഷ്ട്രീയ പ്രസംഗത്തിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഈ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതിലും വലിയ തോൽവിയിൽ തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ എന്താ വിചാരിച്ച ഈ തോൽവിയോടുകൂടി CPM ഇല്ലാതായി, ഇടതുപക്ഷം ഇല്ലാതായി? എന്നാൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഭരിക്കാമല്ലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി ഈ കേരളത്തിലുള്ള എല്ലാ ഗതകാല നേട്ടങ്ങളെയും സംരക്ഷിക്കുന്ന മുന്നണിയായി ഏതെങ്കിലും തരത്തിൽ അവയെ തകർക്കുന്ന ഇടപെടൽ വന്നാൽ അതിശക്തമായിട്ട് ഇടപെടുന്ന, എന്നാൽ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളോട് പിന്തുണയ്ക്കുന്ന, ഒരു തരത്തിലും കോടതിയിൽ പോയി ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് അടി വാങ്ങിക്കാത്ത മുന്നണിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് എന്തും പറയാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ മര്യാദ കിട്ടുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ല. ശരി, ശ്രീകുമാർ കേട്ടില്ല. ശ്രീമതി മാധു, വാടാനപ്പള്ളിയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചത് ആരാ? വാടാനപ്പള്ളിയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച CPM KC വേണുഗോപാലിന് വേണ്ടിയിട്ട്. അല്ല, കോൺഗ്രസിന്റെ സ്വഭാവം അനുസരിച്ച് ഒരുപാട് പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ അവസാനിച്ചിട്ട് മാധു 21-അംഗ മന്ത്രിസഭ ഇന്നലെ അധികാരമേറ്റ് വളരെയധികം ജനക്ഷേമ പരിപാടികൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച മന്ത്രിസഭാ യോഗ തീരുമാനം ഇടുത്തി പോരായവർക്ക് ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാൻ പറ്റും? BD സതീശനാണ് മുഖ്യമന്ത്രിയായി വന്നത്. ഓരോ കാര്യത്തിലും തീരുമാനം ഉണ്ടാവും. ഒന്നും മറന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ആ മറക്കണമെന്ന ഇവരുടെ ആവശ്യമായിരുന്നു. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, ചിലതൊക്കെ മറന്നു പോകുമായിരുന്നു. ഒന്നും മറന്നിട്ടില്ല. കാരണം എന്താ അറിയാമോ? ന്യൂജൻ, അതായത് ഇന്നലത്തെ സതീശൻ്റെ ചിരി കണ്ടോ? അതായത് ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊരു യുവ പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ചിരി കണ്ടോ? ആ ചിരി കേരളീയരായ ലോകത്തുള്ള എല്ലാ കുട്ടികളും യുവാക്കളും ഏറ്റെടുത്ത ചിരിയാ. കുറച്ച് ബുദ്ധിമുട്ടും നിങ്ങൾ 5 വർഷം ഈ പാർട്ടി കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടും. 2 ഗ്രൂപ്പായി വരണം CPM, എന്നാൽ CPM നന്നാവും. ഒന്ന്, പഴയ കാലത്തെ VS പിണറായി ഗ്രൂപ്പ് വരെ 2 ഗ്രൂപ്പ് വന്നാൽ നിങ്ങൾ നന്നാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധോഗതിയാണ്. ത്രിപുര, ബംഗാൾ, ശേഷം കേരളം എന്ന കോൺഗ്രസിന്റെ ആ ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് കാണേണ്ടി വരും. ആ ദുർഗതി എനിക്കത് കാണാൻ ഇഷ്ടമല്ല. Debate with Madhu Saji.